ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ബെൻഡ് പൈപ്പ് വെച്ചിട്ടുള്ള പാദസരമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എത്ര ക്വാളിറ്റി ഉണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാനിതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ നമ്മൾ ബെൻഡ് പൈപ്പ് വെച്ചിട്ട് നമ്മൾ മാലയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെൻഡ് പൈപ്പ് വെച്ചിട്ട് ഞാൻ ബെൻഡ് പൈപ്പും അല്ലാതെ ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ പാദസരം ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ കുളത്ത് വെച്ചിട്ട് തന്നെ ഇതാക്കുന്നത്, അല്ലാതെ ജംപറിങ്സോ ഒന്നും ആഡ് ആക്കുന്നില്ല. ഗിയർ ലോക്കും ഗിയർ വെയറും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു ലൂപ്പ് ഉണ്ടാവുമല്ലോ, ഹുക്ക്, അതുണ്ട്, കൊളുത്തുണ്ട്. അല്ലാതെ വേറൊരു മോഡലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുക, എങ്ങനെ കൊളുത്താന്നൊക്കെയുള്ളത് നമുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയ ക്രിസ്റ്റലാണ് കേട്ടോ, 4mm വരുന്ന ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്ലെക്സിബിളായിട്ടുള്ള മാല ഉണ്ടാക്കുന്ന ഗിയർ വെയറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പാദസരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നൂലിലൊന്നും ചെയ്യരുത്. ഇതുപോലത്തെ ഇതിൽ ചെയ്താലേ നമുക്ക് കുറച്ചുകൂടി ഉറപ്പുണ്ടാവുള്ളൂ കേട്ടോ. മാല ചെയ്യുന്ന പോലെ പാദസരം പറഞ്ഞാൽ കാലിലിടുന്നതല്ല, അവിടെ കുളത്തേക്ക് വലിച്ചാൽ ഇതുണ്ടാവില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഫസ്റ്റ് ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗിയർ ലോക്ക് ഫസ്റ്റത്തോടെ ഗിയർ വെയറിലൂടെ ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൂപ്പ് ഉണ്ടാവുമല്ലോ, അതായത് ഹുക്ക്, പാദസരത്തിൻ്റെ ഹുക്ക് വരുന്ന ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും. അതായത് ഒരു ഭാഗം ഒട്ടിപ്പിടിച്ചിട്ട് ആ ഒട്ടിപ്പിടിച്ച ഭാഗം നമ്മൾ അതിലൂടെ കയറ്റിയിട്ട് റിട്ടേൺ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനിയും ഇത് ലോക്കിടൽ അറിയാത്തവർ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂം ആക്കിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. അവിടെ നിന്ന് വലിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഈ പ്ലെയർ എടുത്ത് വലിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഈ ഗിയർ ലോക്ക് നേരെ ഇവിടെ വന്ന് അറ്റത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഇങ്ങനെ വന്നാൽ ഇതുപോലെ വലിച്ചു കൊടുത്താൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി ബാലൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലാതെ നമ്മൾ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് നോർമൽ പ്ലെയർ ആണോ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ള. നോർമൽ ഉപയോഗിക്കും, അതുപോലെ നമ്മൾ മറ്റേത് ഉപയോഗിക്കും കേട്ടോ, റൗണ്ടിൽ ടൈപ്പ് വരുന്ന ആ ടൈപ്പ് ഉപയോഗിക്കും, നോസ് പ്ലെയർ അത് ഉപയോഗിക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ ഇതിട്ട് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രിസ്റ്റൽ ബീഡ് ബ്ലാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചക്കിരി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ചക്കിരി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. ചക്കിരി ഞാനിപ്പോൾ ഒരാഴ്ചയോളം എൻ്റെ കാൽമേൽ ഇട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അലക്കുമ്പോഴും എപ്പോഴും നമ്മൾ വെള്ളം തട്ടുന്നില്ല. അപ്പോൾ അത് കരുതിയിട്ട് കളർ ഇളകിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ ടൂർ പോയത്, ഔട്ടിങ്ങിന് പോയത്. അപ്പോൾ സാധാരണ ഗോൾഡ് കാൽമ കിടക്കുന്നുണ്ട്, പക്ഷെ അത് ഇടാതെ ഇതൊന്ന് എനിക്ക് ചെയ്ത് നോക്കും ചെയ്യാം. ഒന്നിട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുമല്ലോ, പിന്നെ കളർ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ നിങ്ങളോട് എനിക്ക് വ്യൂസ് പറയണമെന്നുണ്ടെങ്കിൽ, റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് ഉപയോഗിച്ച് നോക്കണം, എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അന്ന് പോകുന്ന ഉച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്ന് തന്നെയാണ് ഞാൻ അതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാതെ കാലിനോട്ട് വെച്ച് ഇരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കാൽമത്തെ ഏതായാലും ഊരുന്നല്ല പാദസരം, അപ്പോൾ അത് ഊരിയിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ബെൻഡ് പൈപ്പ് വെക്കണമെന്നില്ല. ബെൻഡ് പൈപ്പ് ക്വാളിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ, മൈക്രോ ആണ്, ക്വാളിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ. കാരണം അതൊരു കളർ അളകലും ഇളകിയിട്ടില്ല, അതുപോലെ ഗോൾഡൻ ബീഡ്സും കളർ അളകലും ഇളകിയിട്ടില്ല, എല്ലാം ചക്കിരിയും ഇളകിയിട്ടില്ല. പിന്നെയും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പിൻ്റെ ഇവിടെ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഈ കിലിക്ക് ഉണ്ടല്ലോ, ആ കിലിക്കിൻ്റെ ഒക്കെ അവിടെ അങ്ങനെ ചെറിയൊരു കളർ വന്നു എന്നല്ലാതെ, എന്നാലും ഒരാഴ്ചയോളം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ബെൻഡ് പൈപ്പോ ചക്കിരിയോ ഒന്നും കളർ ഇളകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഗോൾഡിൽ വരുമ്പോൾ, ഈ കിലുകിലുക്കം ഗോൾഡിൽ വരുമ്പോൾ 2 ഇങ്ങനെ കിലുക്കേ ഉള്ളൂ കേട്ടോ. മറ്റേതിൽ വെള്ളിയിലാണ് നമുക്ക് 3 കിലുക്കായിട്ട് ഉള്ളത്. മറ്റേതിൽ ഞാനിപ്പോൾ ഈ ഉച്ചയ്ക്കാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്, കാരണം ഇപ്പോൾ മഴയില്ലാത്ത സമയം നോക്കി വേഗം റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഉറക്ക ക്ഷീണം നല്ലോണം ഉണ്ട്. 2-3 ദിവസമായിട്ട് കുറച്ച് നേരം വൈകിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത് ക്ഷീണം ഉണ്ട്, അതാണ് കോട്ടവായ ഇങ്ങനെ വിടുക. അപ്പോൾ ഇതന്നെ നോർമലായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ഒറ്റ ബെൻഡ് പൈപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ ബ്രേസ്ലെറ്റിൽ 2 ബെൻഡ് പൈപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ നമ്മൾ ഒറ്റ പൈപ്പാണ് ഇടുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 5 ബീഡ്സോ അല്ലെങ്കിൽ 6-7 ബീഡ്സൊക്കെ നമ്മളെ കാലിനനുസരിച്ച് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 1 2 3 5 ബെൻഡ് പൈപ്പും 2 3 6 ബീഡ്സ് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് 6 ബ്ലാക്ക് ബീഡ്സ്, അതിൻ്റെ ഇടയിൽ കൂടെ ചക്കിരിയൊക്കെ വെച്ചിട്ടതാ. അപ്പോൾ ഇതാണ് എൻ്റെ കാൽമത്തത്, ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സാധനം ഇതാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ സാധനത്തിലാണ് നമ്മൾ ഗോൾഡ് ആണെങ്കിൽ കേട്ടോ, ഇതില്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നിങ്ങൾ വീഡിയോ നോക്കുക കേട്ടോ, ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എത്ര രൂപയ്ക്ക് സെയിലാക്കാം. ഇത് നമുക്ക് 150ൻ്റെ മുകളിൽ എത്ര വേണമെങ്കിലും സെയിലാക്കാം. 200 250 രൂപ വരെയൊക്കെ വാങ്ങിക്കാൻ പറ്റും കേട്ടോ.
അത്രയാണ്. കാരണം ഇതിന് അത്യാവശ്യം നമ്മൾ പാദസരമാകുമ്പോൾ തന്നെ അത്യാവശ്യം 2 കാൽമുക്ക് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഇത് വരുന്നുണ്ട്. അപ്പോൾ 150 200 അതിൽ 300 കൂടുതൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യട്ടോ. പിന്നെ നമുക്ക് ബാലൻസ് വരുന്നത് ഇതാ കെട്ടിടാനായല്ലോ ബാക്കി ബാലൻസ്. അപ്പോൾ ഇതാ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു, മറ്റേ ലൂപ്പിലൂടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഗിയർ ലോക്കിലൂടെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മെത്തേഡ് തന്നെയാണ് കേട്ടോ, സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഊര ഇടുകയെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഈ വീഡിയോ നിങ്ങൾ കാണാൻ നോക്കൂട്ടോ. അപ്പോൾ നമുക്ക് ഗിയർ ലോക്ക് തന്നെ 2 ടൈപ്സ് വരുന്നുണ്ട്. നമുക്ക് പ്ലേറ്റഡ് വരുന്നുണ്ട്. പ്ലേറ്റഡ് ആകുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ നോർമൽ നേരിയ ടൈപ്പ് ഉണ്ടാവില്ല, അത് നമ്മൾ എന്താ പറയുക ബ്രേസ്ലെറ്റ് അല്ല, നമ്മൾ TR ചെയ്യുന്ന വൈന്. അപ്പോൾ അതുപോലത്തിലൊക്കെ പറ്റുള്ളൂ. കാരണം എനിക്ക് തന്നെ ഇവിടെ ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളത്, ഞാൻ മൈക്രോ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവരോട് ഗിയർ വെയർ എന്ന് പറഞ്ഞു, അവർ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്ന പ്രാവശ്യം ഇതാണ്. നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതവിടെ കിടക്കുന്നുണ്ട്. മൈക്രോ ആണ്, പക്ഷേ നമുക്ക് ഇതുപോലെ റിട്ടേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമുക്ക് ഈ ഒരു ഗിയർ വെയർ ഇട്ട് കൊടുത്തിട്ട് റിട്ടേൺ ഇതിലൂടെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇതായിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉപയോഗത്തില്ലാത്ത പോലെയാണ്. കണ്ടോ, ഇതാണ് നമ്മളെ ഗിയർ ലോക്ക്. അപ്പോൾ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ കണ്ടോ, നിങ്ങളുടെ വലിച്ചു കൊടുത്താൽ ഇതേപോലെ വരും. കണ്ടല്ലോ, നിങ്ങൾക്ക് ഇനി ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല, കാരണം അത്രയും ഇതാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇനി പ്രസ് ചെയ്ത് കൊടുക്കുക, ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം എല്ലാ ഇതിലെ ഐറ്റംസും നല്ല ക്വാളിറ്റിയിൽ തന്നെ ഞാൻ പറഞ്ഞു. ആ കൊളുത്ത് ഒരാഴ്ച ഇട്ടുള്ളതാണ്, കുറഞ്ഞൊരു ഇത് വന്നിട്ടേ ഉള്ളൂ. അല്ലാത്തൊക്കെ എന്നാലും ഒരാഴ്ചകൾ ഇട്ടല്ലോ. പക്ഷേ എന്നാലും ഫുള്ളായിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പറയല, ജോയിൻറ്റ് വരുന്ന അക്കിലേക്ക് തട്ടുന്ന ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാത്തതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിലും അതുപോലെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഓരോ ക്ലാസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഫ്രീ ആകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് കണ്ടാൽ മതി. അല്ലാതെ നമ്മൾ എന്താ പറയുക ഫീസ് കൊടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത് കേട്ടോ. കാരണം ഫീസ് കൊടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അപ്ഡേഷൻ ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇതിന് കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതായത് ഫീസ് കൊടുത്തിട്ട് തന്നെ കുറേ ക്ലാസ് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം എനിക്കറിയുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ.